ഇന്നലെ പട്ടാപ്പകലാണ് ഒരു കുടുംബത്തെ പൂർണ്ണമായിട്ടും അടിച്ചു പുറത്താക്കിക്കൊണ്ട് ബ്ലൈഡ് മാഫിയ സംഘം ഈ അമരവിള കുഴിച്ചാണി എന്ന് പറയുന്ന സ്ഥലത്തെത്തിയത്. ഈ കാണുന്ന ഈ പ്രദേശത്ത് ഈ ഒരു നില വീടാണ്. ഇവിടെ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായിട്ട് അവർ ഒരു 2.5 ലക്ഷം രൂപ കടം വാങ്ങിയിരുന്നു. കാഞ്ഞിരകുളം സ്വദേശിയായ അഖിൽ നിന്നുമാണ് ഈ പൈസ വാങ്ങിയത്. അജീഷ് സോന ദമ്പതികൾ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായിട്ട് തന്നെ അജീഷിന് എല്ലുകൾ പൊടിയുന്ന ഒരു അപൂർവ രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്നു. ചെന്നൈയിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും അദ്ദേഹം ചികിത്സയുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രാരാബ്ധത്തിൽ കഴിഞ്ഞു വന്നിരുന്നപ്പോഴാണ് 2.5 ലക്ഷം രൂപ കാഞ്ഞിരകുളം സ്വദേശിയിൽ നിന്നും കടം വാങ്ങിയത്. ഈ തുക വീട്ടാനോ അല്ലെങ്കിൽ മറ്റു പ്രാരാബ്ധങ്ങൾ മുന്നോട്ടുമായി പോകാൻ കഴിയാത്തൊരു അവസ്ഥയിലാണ് അദ്ദേഹം ഈ വീട് അമൃതഘോഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വിൽക്കാനായിട്ട് തീരുമാനിച്ചത്. അങ്ങനെ 12 ലക്ഷം രൂപയ്ക്ക് അമൃതഘോഷ് 7.5 സെന്റ് വരുന്ന ഈ സ്ഥലവും വീടും വാങ്ങാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. ഈ കഴിഞ്ഞ ഒക്ടോബർ മാസമാണ് ഈ ചെങ്കൽ പഞ്ചായത്തിൽ നിന്നും അദ്ദേഹം ഈ ഓണർഷിപ്പ് കൈപ്പറ്റി 12 ലക്ഷം രൂപയ്ക്ക് ഈ വീട് വാങ്ങുന്നത്. പക്ഷേ അന്ന് ഈ ആദ്യം വീട് വാങ്ങിയിരുന്ന 2.5 ലക്ഷം രൂപയ്ക്ക് വീട് വാങ്ങിയിരുന്ന ആളിൽ നിന്നും 2.5 ലക്ഷം രൂപയാണ് അമൃതഘോഷ് ഈ നൽകിയത്. ഈ 2.5 ലക്ഷം രൂപ നൽകി ആ കരാറിലാണ് ശരിക്കും ഈ വീടിന്റെ എഗ്രിമെന്റ് നടന്നത്. പക്ഷേ ഈ വീടിന്റെ ഉടമയായിട്ടുള്ള അജീഷിനും അതുപോലെ തന്നെ സോനയ്ക്കും ഉറപ്പ് നൽകിയത് 15 ദിവസത്തിനുള്ളിൽ തന്നെ ബാക്കി 9.5 ലക്ഷം രൂപ ഈ കുടുംബത്തിന് നൽകാം, നിങ്ങളുടെ ചികിത്സയ്ക്കും അതുപോലെ തന്നെ മറ്റ് കടങ്ങളൊക്കെ വീട്ടാനായിട്ട് സഹായിക്കാം എന്നൊരു ഉറപ്പ് ഈ ശരിക്കും ഈ അമൃതഘോഷ് നൽകിയിരുന്നു. പക്ഷേ ആ ഉറപ്പ് പാലിച്ചില്ല എന്ന് മാത്രമല്ല, ഈ വീട്ടിന്റെ ഉടമയായിട്ടുള്ള അജീഷിനെയും സോനയും അറിയിക്കാതെ മറ്റൊരു 4ാം കക്ഷിക്ക് അജി എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ വീടും സ്ഥലവും രഹസ്യമായിട്ട് അദ്ദേഹം വിറ്റു. അത് 7.5 സെന്റ് സ്ഥലം 2.5 ലക്ഷം സെന്റിന് 2.5 ലക്ഷം രൂപയ്ക്കാണ് അദ്ദേഹം വിറ്റ് എന്നുള്ളതാണ്. 12 ലക്ഷം രൂപയ്ക്കാണ് ഈ കുടുംബം ഈ സ്ഥലവും വീടും വിറ്റത്. പക്ഷേ ഇപ്പോൾ 2.5 സെന്റിന് 2.5 സെന്റ് നൽകി അദ്ദേഹം മറ്റൊരു കക്ഷിക്ക് വിൽക്കുന്നു. തുടർന്ന് ഇന്നലെ പട്ടാപ്പകൽ ഈ സ്ഥലത്ത് ഈ 4ാം കക്ഷിയും അതുപോലെ തന്നെ അമൃതഘോഷും ഈ സ്ഥലത്ത് എത്തിക്കൊണ്ട് ഈ വീടിനെ ഇടിച്ചു തകർക്കുന്നു. 2 മാസം പ്രായമുള്ള ഒരു കുഞ്ഞ്, അതുപോലെ തന്നെ അവരുടെ വീടിന്റെ അകത്തിരുന്ന ഫ്രിഡ്ജ്, കട്ടില്, മറ്റ് വസ്ത്രങ്ങളെല്ലാം അടിച്ചു പുറത്താക്കിക്കൊണ്ട് അവരെയും മർദ്ദിച്ചുകൊണ്ടാണ് ശരിക്കും ഇത്തരത്തിൽ ക്രൂരമായിട്ടുള്ള വളരെ ഒരു അനീതി, ഒരു നാടിനെ ഞെട്ടിപ്പിക്കുന്ന ഒരു അനീതി തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. ബ്ലൈഡ് മാഫിയയുടെ ഏറ്റവും ഒടുവിലത്തെ ഇരകളായിട്ട് തിരുവനന്തപുരം അമരവിള കുഴിച്ചാണിയിലുള്ള അജീഷും അതുപോലെ സോനയും മാറിയിരിക്കുന്നു. അവരെ മർദ്ദിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ അനാസ്ഥ. അജീഷ്, എന്നാണ് ശരിക്കും ഈ വീട് നിങ്ങൾ പണയപ്പെടുത്തിയത്? 31/8 നമ്മൾ ചെയ്തത്. അഖിൽ എന്ന് പറഞ്ഞ ഒരു ചേട്ടന് വേണ്ടി 2 ലക്ഷം രൂപ പലിശയ്ക്ക് വാങ്ങിച്ചത്, 2.5 ലക്ഷം രൂപ. അപ്പൊ അയാൾക്ക് വേണ്ടിയാണ് നമ്മളിത് കൊടുത്തത്. എന്തായിരുന്നു ആവശ്യം? 2.5 ലക്ഷം രൂപ എടുക്കാനുള്ള ഒരു ആവശ്യം എന്തോ? എന്റെ ഈ വീട് ജപ്തിയും പിന്നെ എനിക്ക് കാല് ഓപ്പറേഷത്തിന് 3.5 ലക്ഷം രൂപയാണ് വരുന്നത്. എല്ല് പൊടിയുന്ന അസുഖമാണ്. അപ്പൊ അത് രണ്ടും കൂടെ തീർക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്തത്. അപ്പൊ ഇതെല്ലാം അവരോട് നേരത്തെ നമ്മൾ മുൻകൈ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിലെ അമൃതഘോഷമാണ് ഈ പ്രോപ്പർട്ടി രണ്ടാമതൊന്ന് വാങ്ങിച്ചത്. ഈ അഖിലിന് കൊടുക്കുമ്പോഴേ വിലയാധാരം എഴുതിയാണോ കൊടുത്തത്? അതെ, വിലയാധാരമായിട്ട് എഴുതിയാണ് കൊടുത്തത്. അഖില് പിന്നെ അമൃതഘോഷിനെ വിറ്റതാണോ അല്ല നിങ്ങളുടെ അറിവോട് കൂടി തന്നെയായിരുന്നു അത്? നമ്മൾ അറിവോട് തന്നെ കൊണ്ടുകൊടുത്തത്. നമ്മൾ പറഞ്ഞിട്ട് തന്നെ അയാളെ കൊണ്ടുപോകുന്നത്. അമൃതഘോഷിനെ നമ്മളായിട്ടാണ് കൊണ്ടുപോകുന്നത്. അവര് നമുക്ക് എമൗണ്ട് തരാമെന്ന് പറഞ്ഞു. എത്ര രൂപ അമൃതഘോഷ് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു? നമുക്ക് ടോട്ടലായിട്ട് 12 ലക്ഷം രൂപയാണ് വീടിനും വസ്തുവിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ 2 ലക്ഷം രൂപ അഖിൽ ചേട്ടനും കൊടുത്തിട്ട് ബാക്കി 9.5 ലക്ഷം രൂപ നമുക്ക് തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ പൈസ നമുക്ക് ഇതുവരെ തന്നിട്ടില്ല. അവര് വിളിച്ച് ചോദിച്ചപ്പോൾ അന്ന് എഗ്രിമെന്റ് എഴുതിയതിന്റെ അന്ന് 2.5 ലക്ഷം രൂപ അഖിലിനെ കൊടുത്ത് സെറ്റിൽ ചെയ്ത് വിട്ടു. ശരിക്കും ആ എഗ്രിമെന്റ് എന്നാ എഴുതിയത്? ഒക്ടോബർ മാസമാണോ? ഒക്ടോബർ. പൈസ 2.5 ലക്ഷം രൂപ അയാൾക്ക് കൊടുത്തതിനുള്ള എഗ്രിമെന്റ് ഞങ്ങൾ എഴുതണമെന്ന് പറഞ്ഞു. ഇനി ബാക്കി 9 ലക്ഷം രൂപ എനിക്ക് തരണം എന്നുള്ള എഗ്രിമെന്റ് എഴുതണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമുക്കെല്ലാം അറിയാന്നുള്ളവരല്ലേ എന്തിന് എഗ്രിമെന്റ് എഴുതണം, ഈ 15 ദിവസത്തേക്ക് ആര് എഗ്രിമെന്റ് എഴുതണമെന്നൊക്കെ സംസാരിച്ചാണ് പോയത്. അത് എഗ്രിമെന്റ് അന്ന് എഴുതാൻ സമ്മതിച്ചില്ല. ധനുഷാണ് സമ്മതിക്കാത്തത്. നമ്മൾ നല്ല രീതിക്ക് പറഞ്ഞു നോക്കി. അവര് പറഞ്ഞു അത് എഴുതണ്ട, നമുക്ക് വിശ്വാസം ഉണ്ടല്ലോ, നമ്മൾ അറിയാം. ധനീഷ് ആരാണ്? ധനുഷ് ഈ അമൃതന്റെ 1ാം കൂട്ടുകാരനാണ്. അതായത് 2ാം കക്ഷിയാണ്. ഇതിലെ മെയിനിൽ 2ാം കക്ഷി ധനീഷാണ്. ഈ ശരിക്കും അപ്പൊ ഈ അമൃതഘോഷിന് ശരിക്കും ഈ 13 ലക്ഷം രൂപയ്ക്കാണ് വാങ്ങിയത് അല്ലേ? മൊത്തം 12 ലക്ഷം രൂപയ്ക്ക്. 12 ലക്ഷം രൂപയ്ക്ക് ഈ ശരിക്കും നമ്മുടെ അഖിലിൽ നിന്ന് വാങ്ങുന്നു. അഖില് ഈ കേസിൽ പ്രതിയാണോ? ഇല്ല, അഖിൽ ചേട്ടൻ ഇതിൽ പ്രതിയില്ല. അഖിൽ ചേട്ടനോട് എല്ലാ സത്യങ്ങളും സ്റ്റേഷനിൽ എസ്ഐയുടെ എല്ലായിടത്തും മൊഴിപ്പെടുത്തിയിട്ടുണ്ട്. ആ ചേട്ടനായിട്ട് ഇതിലൊരു ബന്ധവുമില്ല. ഈ എഗ്രിമെന്റിൽ അഖിലിന് 2.5 ലക്ഷം രൂപയല്ലേ കൊടുത്തിട്ടുള്ളൂ? അത് അഖിൽ ചേട്ടൻ തന്ന എമൗണ്ട് തന്നെ തിരിച്ചു വാങ്ങിച്ചിട്ടുണ്ട്. അത് നമ്മൾ തെളിവ് സഹിതം അഖിൽ ചേട്ടൻ അവിടെ പറയുകയും ചെയ്ത്. അപ്പൊ അവര് ഈ അമൃതഘോഷ് സ്റ്റേഷനിൽ ഒന്ന് ആദ്യം നമ്മൾ കേസ് കൊടുത്തപ്പോൾ എസ്ഐയുടെ പറഞ്ഞെന്ന് പറഞ്ഞാൽ 8 ലക്ഷം രൂപ അഖിൽ ചേട്ടന് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ ധനീഷിനെ വിളിച്ച് സംസാരിച്ച് അവൻ പറഞ്ഞു എല്ലാം കൊടുത്തിട്ടില്ല, ഇനിയും ബാലൻസ് 2 ലക്ഷം രൂപ കൊടുക്കാണ്ടെന്ന് പറഞ്ഞു. അപ്പൊ രണ്ട് മൊഴിയാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഡൗട്ട് വന്നി അഖിൽ ചേട്ടനെ വിളിച്ച് സംസാരിച്ചപ്പോഴാണ് സത്യം തരുന്നത്, ഒരു പൈസയും കൊടുത്തിട്ടില്ല.
ഈ വസ്തു നിങ്ങളുടെ 7.5 സെന്റ് വസ്തു വിൽക്കുന്നത് അഖിലല്ലേ അമൃതഘോഷിന് വിറ്റത്? വിറ്റത് അഖില 9 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുൻകൈ എടുത്ത് നമ്മൾ നിന്നുകൊണ്ട് നമുക്ക് നമ്മളെ വസ്തുവാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ വസ്തു തിരിച്ച് എന്റെ അഖിൽ ചേട്ടന്റെ കയ്യിൽ നമ്മളെ പേരിലോട്ട് എഴുതണമെങ്കിൽ 45,000 രൂപ. അപ്പൊ ആ പൈസ ഒന്നും നമ്മളതിൽ ഇല്ലാത്തത് ഒരു കാരണം കൊണ്ടാണ് നമ്മൾ നേരെയായിട്ട് അഖിലിന്റെ നേരെ അമൃതഘോഷിയിലോട്ട് ആക്കിയത്. അല്ല നമുക്ക് ഈ പൈസ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ നേരെ തിരിച്ച് ചെയ്യുമായിരുന്നു. നിങ്ങളെ പറ്റിച്ചത് അമൃതഘോഷ് നമ്മളെ പറ്റിച്ചത്. അപ്പൊ നമ്മള് ഈ പൈസ അവര് 15 ദിവസത്തിന് അത് തരാമെന്ന് പറഞ്ഞു. നമ്മൾ ഈ ഡേറ്റ് കഴിഞ്ഞിട്ട് വിളിച്ചു ചോദിക്കുമ്പോൾ പറയണം നിങ്ങളുമായിട്ട് നമ്മളായിട്ട് ഒരു ബന്ധവും ഇല്ലല്ലേ, നമ്മൾ വസ്തു വാങ്ങിച്ചത് അഖിലിന്റെ നല്ലേ എന്നൊക്കെയാണ് ഇവരെ സംസാരങ്ങൾ വന്നത്. അതെല്ലാം ഇന്ന് ഫോണിലൊക്കെ റെക്കോർഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത് വോയിസ് റെക്കോർഡിൽ ധനീഷ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് 12 ലക്ഷം രൂപയ്ക്കാണ് നമുക്ക് തന്നത്. നമ്മളോടെ വിളിച്ച് പറഞ്ഞത് 12 ലക്ഷം രൂപയ്ക്കാണ് വീട് വിറ്റത്. പക്ഷെ ഈ അമൃതഘോഷിയിലൂടെ ഈ ധനീഷ് പറഞ്ഞത് 8 ലക്ഷം രൂപ എന്നാണ്. അപ്പൊ ഈ ധനീഷാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള പ്രശ്നകാരായിരുന്നത്. അത് നമ്മൾ അമൃതഘോഷിയുടെ ഒരു റേറ്റും പറഞ്ഞിട്ട് നമ്മളോട് വേറൊരു റേറ്റാണ് സംസാരിച്ചത്. ധനീഷ് എത്രയാ പറഞ്ഞത്? 12 ലക്ഷം രൂപയ്ക്കാണ് വീട് മൊത്തം വിറ്റെന്ന് പറഞ്ഞു. ഈ അമൃതഘോഷി എത്ര രൂപയാണ് ഈ വസ്തുവിന് വില ഇട്ടിരുന്നത്? അത് നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മളോട് ധനീഷ് എന്ന് പറഞ്ഞ രണ്ടാം കക്ഷിയാണ് നമ്മളോട് എല്ലാ കാര്യവും ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച് എല്ലാം ഡീൽ നടത്തിയത്. സ്വാഭാവികമായിട്ടും ഒരു വസ്തു നിങ്ങൾ എഴുതി കൊടുത്തതാണല്ലോ, അഖിലിന് വിൽക്കുന്നു, അഖിൽ 2.5 ലക്ഷം രൂപയ്ക്കാണ് സ്വാഭാവികമായി ഇടപാട് വെക്കുമ്പോൾ 2.5 ലക്ഷം രൂപയല്ലേ വെച്ചിട്ടുണ്ടാവുള്ളൂ. അത് പ്രമാണത്തിൽ 4,14,000 4,10,000 രൂപ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അത്ര മാത്രമേ ആ ഒരു വില മാത്രമേ പ്രമാണത്തിൽ കൊടുത്തിട്ടുള്ളൂ അവര്. പിന്നെ ഈ ഓണർഷിപ്പ് ഒക്കെ വസ്തുവിന്റെ വില ഇട്ടതാണ്. ശരിക്കും ഇനി ഇപ്പോ നിലവിൽ എന്താണ് നിങ്ങൾ ഇന്നലെ എന്താണ് ശരിക്കും സംഭവിച്ചത്? ഇന്നലെ നമ്മൾ വേണ്ടി കേസ് കൊടുത്തു. നമ്മൾ രാവിലെ ഞാൻ മേളത്തിന് പോണതാണ്. എനിക്ക് വേറെ വർക്കിനൊന്നും പോകാൻ പറ്റുന്നതുകൊണ്ട് വയ്യാതെ കാലം വെച്ചുകൊണ്ട് ഞാൻ പ്രോഗ്രാമത്തിനും അതിന് വല്ല 1,000 രൂപ 2,000 രൂപ എല്ലാം കിട്ടും പ്രോഗ്രാമത്തിന് മുമ്പ്. അത് വർഷത്തിലൊരിക്കലാണ് ഞാൻ പോണത്. അങ്ങനെ പ്രോഗ്രാമത്തിന് പോയിക്കപ്പം മെനിഞ്ഞാന്ന് രാത്രി ഇപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ അവിടെ വീട്ടില് പ്രശ്നങ്ങളായി, ഇതുപോലെ അവിടെ ആരൊക്കെ വന്ന് നിൽക്കണമെന്ന് പറഞ്ഞു. എന്റെ ഇവിടെ പെട്ടെന്ന് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ നൈറ്റ് കൊല്ലത്തുനിന്ന് ഇവിടെ വന്ന് വെളുപ്പിൽ 5 മണിക്ക് ഞാൻ ഇവിടെ നിന്ന് എന്നെ ഇവളെ വിളിച്ചുകൊണ്ട് വീട്ടിൽ പോയി അവിടെ പോയി നിന്ന് ഒരു 6 മണിയൊക്കെ ആയപ്പം 2-3 പേര് വന്നു. ഇതുപോലെ നമ്മുടെ ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. നമ്മൾ പറ്റൂലെന്ന് പറഞ്ഞ് ഒരാള് അമൃതഘോഷം എന്ന് പറഞ്ഞ ആൾ എന്റെ ഈ കാലിൽ ചവിട്ടി, വയ്യാത്ത കാലിൽ എന്നെ ചവിട്ടണ കണ്ടോണ്ട് ഇവിടെ പിടിക്കാൻ വേണ്ടി വന്നപ്പോ ഈ ധനീഷ് കയ്യിൽ എന്തോ ഒരു കത്തിയോല എന്തോ സാധനം വെച്ചിരുന്നു. അത് വെച്ചിങ്ങനെ വാങ്ങിയെടുത്ത് ഇവിടെ നിന്ന് ചെറുതായിട്ട് കട്ടായി പൊളന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതും കൊണ്ട് പേടിച്ച് നമ്മൾ ഇറങ്ങി ഓടി നമ്മൾ ഇവിടെ വന്ന് അടുത്ത് ഇവളെ ചേച്ചി വലിയ മേരെ മൂത്ത മോൾ അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു അവര് ജാസിബിയും കൊണ്ടുവന്ന് വീട് ഇടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മൾ ഉടനെ തന്നെ ഇവിടെ നാട്ടെ വിളിച്ച് അവിടെ പോയി തടഞ്ഞപ്പോ നാട്ടുകാരെല്ലാരും കൂടെ കൂടി വന്ന് അന്വേഷിച്ചപ്പം ഇതുപോലെ വീട് ഇടിച്ചതാണ്, ഇതുപോലെ പറ്റിച്ചതാണെന്ന് നമ്മളെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ നാട്ടുകാർ എല്ലാവരും ഇടപെട്ടാണ് അവിടെ വന്ന് വർക്ക് സ്റ്റോപ്പ് ചെയ്തത്. അപ്പം അമൃതഘോഷം മറ്റൊരു പാർട്ടിക്ക് വിറ്റ കാര്യം നിങ്ങൾ അറിഞ്ഞില്ല? നമ്മൾ അറിഞ്ഞില്ല. അത് അവിടെ വെച്ചാണ് നമ്മൾ അറിയണത്. ആ പാർട്ടി 4ാം ടീമാണ് നമ്മളോട് പറയണത് അമൃതഘോഷം നമുക്ക് വിറ്റതാണ്, നമ്മളാണ് ഇതിപ്പം വീട് മൊത്തം വാങ്ങിച്ചിരിക്കുന്നത്. 3 ദിവസത്തിനകത്ത് വെച്ച് നിങ്ങൾ ഇതിന് ഒരു സെറ്റിൽമെന്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് വന്ന് ഇടിച്ച് നിരത്തും, പിന്നെ ഇവിടെ നിങ്ങൾ വരേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ അതുകൂടെ ഒരു 3 ദിവസം ടൈം പറഞ്ഞുകൊണ്ടാണ് പിന്നെ നമ്മൾ ഇന്നലെ തുടങ്ങി. പിന്നെ അവരെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയപ്പം നമുക്ക് ഇറങ്ങാൻ തോന്നിയില്ല. പിന്നെ കൊച്ചിന്റെ മുഖം നോക്കി ഇറങ്ങിയെന്നുള്ളൂ. അവരുടെ ബാക്ക്ഗ്രൗണ്ട് വേറെയാണ്. അവിടെയാണോ സ്ഥിരമായിട്ട് താമസിച്ചു വന്നിരുന്നത്? ഇവിടെ വലിയമ്മ അവിടെ സ്ഥിരം താമസക്കാരാണ്. അടുത്ത് ഇവള് ഇടയ്ക്കൊക്കെ ഇറക്കി വിട്ടെന്നാണല്ലോ പറയുന്നത്. അവരെ ഇറക്കി വിട്ടതാണ്. അവർ നിങ്ങൾ അവിടെ പോകുമ്പോൾ പറയും നമ്മളെ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ കസാര റോഡ് സൈഡിലാണ് വാരിയിട്ടിരിക്കുന്നത്. അത് പുതിയ ഫ്രിഡ്ജ് ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, ഇതെല്ലാം അടുത്തടുത്ത വിളയിലേക്കാണ് കൊണ്ടിട്ടിരിക്കുന്നത്. ഇത് നമ്മളിപ്പോ അവിടെ നിന്ന് മാനിയായിട്ട് മാറിക്കൊടുത്ത് നമ്മൾ അങ്ങനെ ചെയ്യൂല. ഇത് അവര് അല്ലാതെ കയറി എല്ലാം ഇഷ്ടത്തിന് തോന്നിക്കൊണ്ട് വലിച്ചെറിഞ്ഞ് കൊച്ചിന്റെ തുണിയെല്ലാം ആ വീടിന്റെ മണ്ണിന്റെ അടിയിലിട്ട് മൂടിയാണ് ഇട്ടിരിക്കുന്നത്. പോലീസ് എന്താ പറയുന്നത് ഇപ്പൊ? പോലീസ് കേസ് എടുത്ത് അവര് ഇന്ന് സെറ്റിൽമെന്റ് ചെയ്യാന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ 9 ആകുമ്പോൾ അവിടെ പോകാൻ പറഞ്ഞു, സ്റ്റേഷനിൽ പോകാൻ പറഞ്ഞു. അവര് നാളെ എഴുതി തരാം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ആരെഴുതി തരാമെന്ന് പറഞ്ഞു? അമൃതഘോഷി നമ്മളെ പേരിലോട്ട് തിരിച്ച് എഴുതി തരാമെന്ന് പറഞ്ഞു. അത് പാർട്ടിക്കാരെല്ലാം കൂടെ ഇടപെട്ടാണ് പറഞ്ഞത്. ഇനി അവരിന് ഇന്നിനി പോകുമ്പോ ഇനി എന്ത് പറയാമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? 9 ലക്ഷം രൂപ തിരിച്ചു തരാമെന്ന് അമൃതഘോഷി പറഞ്ഞിട്ടുണ്ട്. ഇല്ല, പൈസ തരാന്നല്ല, വസ്തു തിരിച്ചു തരാം. നമുക്ക് അഖിലിന് കൊടുത്ത 2.5 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കണ്ട, വീട് ഇടിച്ചുകൊണ്ട് ആ പൈസ കൊടുക്കണ്ട, വസ്തു നമ്മളെ പേരിലോട്ട് തിരിച്ചു തരാം. നമ്മൾ ഇനി അത് 45,000 രൂപ കൊടുത്ത് നമ്മൾ അവരെ എഴുതി വാങ്ങണം. അതാണ് അവരെ എഗ്രിമെന്റ് ഇപ്പോഴത്തെ. പോലീസിന് കൊടുത്ത ഉറപ്പാണ്? പോലീസിന് കൊടുത്ത ഉറപ്പാണ്.
ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അജീഷും സോനയും പാറശാല സ്റ്റേഷനിൽ ഇന്നലെ തന്നെ പരാതി നൽകി. ഈ വിഷയത്തിൽ ഇന്നലെ രാത്രിയോടുകൂടി 3 പേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. നിലവിൽ ഇപ്പോൾ പാറശാല പോലീസ് ഇരു വിഭാഗത്തെയും ഇന്നിപ്പോൾ വിളിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രമ്യമായിട്ട് ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്നുള്ള ഒരു ഉറപ്പാണ് നിലവിൽ SI കുടുംബത്തിന് നൽകിയിരിക്കുന്നത്. 9.5 ലക്ഷം രൂപ നിലവിൽ അമൃതഘോഷ് ഈ കുടുംബത്തിന് കൈമാറാമെന്നൊരു ഉറപ്പ് ഇന്നലെ പാറശാല SIക്ക് മുന്നിൽ വച്ചിരുന്നു. അത് പാലിക്കപ്പെടുമോ എന്നുള്ളത് നമുക്ക് ഇനി വരുന്ന മണിക്കൂറുകളിൽ കണ്ട് അറിയേണ്ടിയിരിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് വിപിൻ കുമാറിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.